12 വർഷക്കാലമായി കോൺഗ്രസ് എസിന്റെ ജില്ലാ പ്രസിഡന്റായും അതിനുശേഷം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിച്ചു വരികയാണ്. എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള മഹിളാ കോൺഗ്രസിന്റെ നേതാവ് ശ്രീമതി ചിന്നമ്മ ലൂക്കോസ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട മാത്യു കുരുവിള കോൺഗ്രസ് എസിന്റെ നേതാവ്, അതുപോലെ തന്നെ ശ്രീ സതീഷ് കുമാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗവും മന്ത്രിസഭയിൽ അംഗവുമായിട്ടുള്ള കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന രാമേന്ദ്രൻ കടന്നപ്പള്ളി, കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന എന്ന് പറഞ്ഞതിനകത്ത് ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ അറിവിൽ കഴിഞ്ഞ ഏതാണ്ട് 10 വർഷക്കാലമായി കോൺഗ്രസ് എസിന്റെ രജിസ്ട്രേഷൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് നോക്കിയാൽ ഈ കഴിഞ്ഞ ദിവസം വരെ മരിച്ചുപോയ ശ്രീ VK ബാബു XMLA ഇതിന്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ് അതില് കാണുന്നത്. ഈ പാർട്ടിയെ നയിച്ചു വരുന്ന ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ കെടുകാര്യസ്ഥതയുടെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. ഇത് മാത്രമല്ല, കപട രാഷ്ട്രീയവും വ്യാജ മുഖംമൂടിയും അണിഞ്ഞ ഒരു വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഒരു പ്രോത്സാഹവും ഒക്കെ പോക്കറ്റിലിട്ട് ഗാന്ധിയൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു മുഖം കൂടിയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഞങ്ങൾ വളരെ താമസിച്ചു എന്ന് വളരെ ഖേദപൂർവ്വം പറയാൻ ആഗ്രഹിക്കുക. ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ നിലപാടുകൾക്കെതിരെ അദ്ദേഹം നിലപാടെടുത്തു. കോൺഗ്രസ് എസിന്റെ ഭാഗമായി, കോൺഗ്രസ് എസിന്റെ പ്രസിഡന്റായി കഴിഞ്ഞ 30 വർഷക്കാലമായി കോൺഗ്രസ് എസിന്റെ പ്രസിഡന്റാണ്, പാർലമെന്ററി പാർട്ടി നേതാവാണ്, MLA ആണ്. ഈ സ്ഥാനത്തേക്ക് വേറൊരാളെ നിർദ്ദേശിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. ഏകാധിപത്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണല്ലോ ഞാൻ ഈ പറഞ്ഞ കാര്യം. പ്രമുഖ ഗാന്ധി നേതാവ് MA ജോൺ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം കോൺഗ്രസ് എസിനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ച ആളാണ്. അതുപോലെ തന്നെ മുൻമന്ത്രി VC കബീർ, മുൻമന്ത്രി ശങ്കരനാരായണപിള്ള, സുലൈമാൻ റാവുത്തർ XMLA, കരകളം കൃഷ്ണപിള്ള, PM ഹാരിസ് തുടങ്ങിയ നിരവധി നേതാക്കന്മാർ കോൺഗ്രസ് എസിൽ പ്രവർത്തിച്ചു വന്നെങ്കിലും അവരെയൊക്കെ വളരെ തന്ത്രപരമായി വെട്ടി ഒതുക്കുന്ന ഒരു നിലപാടാണ് ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി സ്വീകരിച്ചു വന്നത്. അതുപോലെ തന്നെ മുൻമന്ത്രിയായിട്ടുള്ള AC ഷൺമുഖദാസ്, ശ്രീ AK ശശീന്ദ്രൻ തുടങ്ങിയവരുമായി കലഹിച്ച് സ്വന്തം പാർട്ടി ഉണ്ടാക്കി സ്വന്തം വ്യക്തിപരമായ സ്ഥാനങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പ്രത്യേകിച്ച് CPM-നെയും വഞ്ചിക്കുന്ന, കബളിപ്പിക്കുന്ന നിലപാടാണ് ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി സ്വീകരിച്ചത്. കഴിഞ്ഞ 1 വർഷക്കാലമായി അനേകം പേർ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി. തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ, ഒരുപാട് പേർ പാർട്ടിയിൽ നിന്ന്. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിട്ടുള്ള സന്തോഷ് ലാൽ, VV സന്തോഷ് ലാൽ അഡീഷണൽ PS ആണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി അഴിമതി ആരോപണങ്ങളാണ് ഈ പാർട്ടിയെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. ശരിക്കും ഈ സന്തോഷ് ലാല് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ തുള്ളുകയാണ് രാമേന്ദ്രൻ കടന്നപ്പള്ളി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ സന്തോഷ് ലാലും അതുപോലെ തന്നെ ദേവദാസൻ എന്ന് പറയുന്ന അഡീഷണൽ PS ഇവരൊക്കെ 2006 ഉണ്ടായിരുന്നു, 2016 ഉണ്ടായിരുന്നു, 2021 വന്ന ആ മന്ത്രി ആയപ്പോൾ ആ സമയത്തും ഉണ്ടായിരുന്നു. ഇവരാണ് കടന്നപ്പള്ളിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരുന്നത്. ഇപ്പൊ പത്തനംതിട്ട ജില്ലയില് ജില്ലാ പ്രസിഡന്റ് ഉണ്ടായിരുന്നു മുണ്ടക്കൽ ശ്രീകുമാർ ബന്ധപ്പെട്ട് ഈ സന്തോഷ് ലാലുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ അഴിമതി ആരോപണം ഉണ്ടായി. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ട് ഏതാണ്ട് 50-60 ലക്ഷം രൂപയുടെ ഒക്കെ കാര്യങ്ങളാണ്. അത് ഒതുക്കി തീർക്കാനായിട്ട് മുണ്ടക്കൽ ശ്രീകുമാറിനെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെടുത്തു. ഭാര്യയ്ക്ക് പുരാവസ്തുവിൽ പുരയിലൊക്കെ ജോലി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ എല്ലാ ജില്ലകളിലും, ഞാൻ ഓരോ ജില്ലയിൽ പ്രത്യേകം ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന
KS അനിൽ, അനിൽ കോൺഗ്രസിൽ നിന്ന് വന്ന 5 വർഷം മുമ്പ് പാർട്ടി വിട്ട് കേരള കോൺഗ്രസ് മാണിയിൽ പോയി. അതുപോലെ തന്നെ നമ്മുടെ പട്ടം ശ്രീകുമാർ എന്ന് പറയുന്നത് പട്ടം താണവള്ളിയുടെ ചെറുമകനാണ്. കോൺഗ്രസിന്റെ കൗൺസിലറായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിൽ വന്നു. പക്ഷെ കടന്നപ്പള്ളിയുടെ ഈ ഇത്തരം നിലപാടിൽ പ്രതിഷേധിച്ച് അദ്ദേഹവും പാർട്ടി വിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് 40 വർഷമായി എന്നെ പോലെ തന്നെ സീനിയോറിറ്റി ഉള്ള ആളാണ്. അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇടുക്കിയിലെ ജില്ലാ പ്രസിഡന്റിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എറണാകുളത്തെ ജില്ലാ പ്രസിഡന്റ് പറയുന്നത് ശരിയല്ലെങ്കിലും ഒരു അന്ധനായിട്ടുള്ള ആളാണ് ജില്ലാ പ്രസിഡന്റ്. കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മറ്റാളുകളാണെന്ന് വ്യക്തമാണ്. തൃശ്ശൂരിലെ ജില്ലാ പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി പാർട്ടി കിട്ടിയ ഏക കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം ഒരാൾക്കാണ്, വത്സൻ എന്ന് പറഞ്ഞ ആൾക്ക്. അത് 2006-ലും 2021-ലും എല്ലാം അദ്ദേഹം തന്നെയാണ്. കുറച്ച് വ്യക്തികൾക്ക് മാത്രം കിട്ടുന്ന സ്ഥാനമാനങ്ങൾ കൊടുക്കുന്ന രീതിയാണ് കടന്നപ്പള്ളി. വിരലിൽ എണ്ണാവുന്ന കുറെ ആളുകൾ അദ്ദേഹത്തെ നിയന്ത്രിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പം ഇടുക്കിയിലെ ജില്ലാ പ്രസിഡന്റിനെ മാറ്റി പകരം ഒരു PG ഗോപി വെച്ചു. ഗോപി അതിൽ നിന്ന് അവസ്ഥയാതെ കോൺഗ്രസിലേക്ക് പോകുന്ന സാഹചര്യമാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് ഒരാൾ പ്രവർത്തിച്ചു വരുന്നുണ്ടായിരുന്നു, ശ്രീ സന്തോഷ് കാല. എനിക്ക് തോന്നുന്നത് ഒരു 60 വയസ്സ് കാണും. പുള്ളി ഒരു 20 വർഷമായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. പുള്ളിയെ മാറ്റണം എന്ന് എല്ലാവരും എല്ലാ എക്സിക്യൂട്ടീവിലും ലോകത്തിലും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം അത് സ്വീകരിച്ചില്ല, ഞങ്ങളുടെ ആവശ്യം സ്വീകരിച്ചില്ല. അവസാനം ഈ സന്തോഷ് കാല യുവജനക്ഷേമ ബോർഡ് മെമ്പറാണ്. അതിന്റെ പേഴ്സൺ സ്റ്റാഫിൽ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം മാറ്റി വലിയ ആരോപണ വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് വെച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു, എറണാകുളം ജില്ലാ പ്രസിഡന്റായിരുന്നു. അവിടുത്തെ ഡബിൾ പ്രൊമോഷൻ കൊടുത്തിട്ടാണ് സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് വെച്ചിരുന്നത് സായിലൂടെ. അതിന്റെ വലിയ അഴിമതി ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സന്തോഷ് ലാലുമായി ബന്ധപ്പെട്ടാണ് ആ കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. മന്ത്രി കടന്നപ്പള്ളിയുടെ ശ്രദ്ധയിൽ ഇതൊക്കെ പെടുത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഇതൊന്നും വകവെക്കാത്ത ഒരു രീതിയാണ് കാണുന്നത്. ഈ PSC മെമ്പറുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ 2006-ലുണ്ടായി. PSC മെമ്പർ സ്ഥാനങ്ങൾ ഇതുപോലെ ചെറിയ പാർട്ടികൾക്ക് ഏത് മുന്നണിയാണെങ്കിലും, കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും UDF ആണെങ്കിലും കൊടുക്കുന്ന കാര്യം ഇനിയൊന്ന് സംശയിക്കണം. ഈ കിട്ടുന്ന PSC മെമ്പർ സ്ഥാനം വലിയ കച്ചവട ചരക്കാക്കി മാറ്റി വലിയ തുകയ്ക്ക് വിൽക്കുന്ന ഒരു പരിപാടിയാണ്. ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ സൂചിപ്പിച്ചേക്കുന്ന കാര്യത്തേക്കാൾ വലിയതായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ ശിഹാബിൻ എന്ന ഒരാൾക്ക് ഈ PSC മെമ്പർ സ്ഥാനം കൊടുക്കാനായിട്ട് കടന്നപ്പള്ളി തീരുമാനിച്ചു. എക്സിക്യൂട്ടീവ് പറഞ്ഞു. ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് അതിനെതിരെ പരാതി നൽകി. പക്ഷെ അത് ക്യാബിനറ്റ് പാസ്സായി. ഞങ്ങൾ ഗവർണറെ സമീപിച്ചു. ഗവർണർ അത് തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ്. തൽക്കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ അതായത് കടന്നപ്പള്ളി മന്ത്രി ഈ പ്രാവശ്യം മന്ത്രിയാവുന്നതിന് മുമ്പ് തുറമുഖ വകുപ്പ് കിട്ടുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം തുറമുഖ വകുപ്പായിരുന്നു. അപ്പം തുറമുഖ വകുപ്പ് കിട്ടിക്കഴിയുമ്പോൾ ബോട്ടുടമകൾക്ക് ബന്ധപ്പെട്ടത് ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയ തുക, ഏതാണ്ട് 1 കോടിക്ക് അടുത്ത തുക വാങ്ങിച്ചു. അവര് ബഹളം വെച്ചു. കൊടുക്കാതെ വന്നപ്പോൾ, അതായത് ശ്രീ VN വാസവൻ പോർട്ട് മിനിസ്റ്റർ ആയപ്പോൾ, തുറമുഖ വകുപ്പ് മന്ത്രിയായപ്പോൾ അത് നടക്കാതെ വന്നപ്പോൾ അവര് മന്ത്രിയുടെ ഓഫീസിൽ വന്ന് ബഹളം വെച്ചു. അതിനെപ്പറ്റി വാർത്ത വന്നു. ആ വാർത്തയെല്ലാം കൂട്ടി ഞങ്ങൾക്ക് ഗവർണർക്കും മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ കൊടുത്തു. ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്. 70 ലക്ഷം രൂപ ഈ കാര്യത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കാൻ പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് ഈ 2006-ൽ PSC പ്രസ്ഥാനം വിൽക്കാൻ ശ്രമിച്ചപ്പോൾ അന്നത്തെ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും പാർട്ടിയുടെ രണ്ടാമനായിരുന്ന ശ്രീ പ്രദീപ് കുമാർ അത് എതിർക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം പാർട്ടി വിട്ടു പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നതായി ഇപ്പോൾ ഓർക്കമാണ്. ഈ 2 കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം കൊണ്ട് പറയേണ്ടിയിരിക്കുന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ സ്ഥാനം 2006-ലാണെന്ന് തോന്നുന്നു ശ്രീ ഗോകുലം ഗോപാലൻ കോൺഗ്രസ് എസിന്റെ പ്രതിനിധിയായിട്ടാണ്. അപ്പം ഈ കാര്യങ്ങളെല്ലാം കൂട്ടുവായിക്കുമ്പോൾ അദ്ദേഹം എന്താണ് കൊടുത്തിരിക്കുന്നത് അല്ലെ വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വ്യക്തമാകും. 21 PSC പ്രസ്ഥാനമുണ്ട്. 4 ലക്ഷം രൂപ അവർക്ക് മാസം കിട്ടുന്നുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് ഫ്ലാറ്റ് ഉണ്ട്, പെൻഷൻ ഉണ്ട്, എത്ര കോടി രൂപ വേണമെങ്കിലും ഇൻഷുറൻസ് ഉണ്ട്.
ഈ ഇതിനേക്കാൾ വലിയ സ്റ്റേറ്റുകളിലൊക്കെ ഈ PSC സ്ഥാനം ഇതിനേക്കാൾ കുറവാണ്. ഇതൊരു ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. ഏതായാലും ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം സ്ഥാനങ്ങൾ ഇത്തരം ചെറിയ പാർട്ടികൾക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പുനർചിന്തനം UDF ഓർ LDF ആരാണെങ്കിലും നടത്തണം എന്ന ഒരു അഭിപ്രായമാണ്. അതല്ല, പുരാരേഖ പുരാവസ്തു നേരത്തെ കൈകാര്യം ചെയ്തിട്ടുള്ള പോർട്ട് തുറമുഖ വകുപ്പുകളിൽ നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ കടന്നപ്പള്ളിക്ക് തൊട്ടു മുമ്പ് തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ അഹമ്മദ് ദേവർകോവിലുമായി ഞാൻ നേരിട്ട് സംസാരിക്കുകയും ഫോണിൽ സംസാരിക്കുകയും ചെയ്തതാണ്. അങ്ങനെ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പരസ്യമായി പറയാൻ പറ്റില്ല, പരസ്യമായി അങ്ങനെ സമ്മതിക്കത്തുമില്ല. പക്ഷെ അതൊക്കെ വലിയ അഴിമതി ആരോപണങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ്, വലിയ അഴിമതികൾ നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരം എല്ലാ കാര്യങ്ങളും, എല്ലാം കിട്ടുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് കൊടുക്കുന്ന എല്ലാ പോസ്റ്റുകളും വിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. രാമേന്ദ്രൻ കടന്നപ്പള്ളിയെ വെല്ലുവിളിക്കുകയാണ്. ഒരു 500 പേരെ വെച്ച് പരിപാടി നടത്താൻ പറ്റും. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കോൺഗ്രസ് ഒരു സമ്മേളനം നടന്നിട്ടില്ല. ആകെ നടക്കുന്നത് മരിച്ചുപോയ ആരുടെയും അനുസ്മരണം, CH ഹരിദാസ് അനുസ്മരണം. ഒരു പഴയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു, നല്ല കാര്യമാണ്. അതുപോലെ തന്നെ പാമ്പൻ മാധവൻ അനുസ്മരണം. ഇത് 2-3 അനുസ്മരണങ്ങൾ മാത്രമേ സ്ഥിരമായ പാർട്ടി നടത്താറുള്ളൂ. 2015 ഞാൻ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കോട്ടയത്ത് വെച്ച് ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത ക്യാമ്പ് നടത്തി. ആ ക്യാമ്പിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ പരിപാടി നടത്തിയിട്ടില്ല. കാര്യം ഇത്തരം സംവിധാനങ്ങൾ ആയിട്ട് പോകുമ്പോൾ പാർട്ടിയോട് കൂറുള്ള ആളുകൾ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഇത്തരം ചെറിയ ഈ യാതൊരു ഗുണമില്ലാത്ത മണമില്ലാത്ത ഈ പാർട്ടിയെ എന്തിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചുമക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ ആദർശം പറയുമ്പോൾ ചേർത്തല സ്വദേശിയായിട്ടുള്ള പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറി ശ്രീ ദയാനന്ദ ബാബു എന്നൊരാൾ കടന്നപ്പള്ളിയെ പ്രതി ചേർത്ത് ഒരു കൈക്കൂലി കേസ് അതിപ്പോൾ കോടതി നടക്കുന്നുണ്ട്. അത് അങ്ങക്ക് എതിരെ വാറണ്ട് കോടതിയിൽ നിന്ന് വന്നു. ആ വാറണ്ട് ഈ സ്പീക്കറുടെ അനുവാദം കിട്ടണം. അതിന് സാങ്കേതിക പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ആ വാറണ്ട് അദ്ദേഹം കൈപ്പറ്റിയിട്ടില്ല. ഇനിയിപ്പം 4-ാം തീയതി ആകുമ്പോൾ അല്ലെങ്കിൽ 4-ാം തീയതിക്ക് ശേഷം അദ്ദേഹം MLA മന്ത്രി അല്ലാതെ ആവുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോഴത്തേക്ക് ഈ വാറണ്ടൊക്കെ കൈപ്പറ്റി ഭാവി കാലങ്ങൾ മുന്നോട്ട് പോകാം എന്ന് നമുക്ക് ഈ കാര്യത്തിൽ പറയാൻ കഴിയും. അപ്പം ഈ കോൺഗ്രസിന് കണ്ണൂർ ജില്ലയിൽ പോലും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും 10 വർഷക്കാലമായി കോൺഗ്രസിന് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത സാഹചര്യം. അവിടെ ഉള്ള കുറെ ആളുകൾ പേഴ്സണൽ സ്റ്റാഫ് വരും, വീണ്ടും മാറും, വീണ്ടും വരും. അങ്ങനത്തെ ഒരു സാഹചര്യമാണുള്ളത്. യൗവനകാലം മുതൽ 17 വയസ്സ് മുതൽ ഞാൻ ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്. ഞാൻ ചുമ്മാതെ പറയുന്ന കാര്യങ്ങളല്ല, ഹൃദയത്തിൽ തട്ടി പറയുന്ന കാര്യങ്ങളാണ്. ഈ കാപട്യത്തിനെതിരെ നിങ്ങളെല്ലാവരും പ്രതികരിക്കണം, ഞങ്ങളെ സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കടന്നപ്പള്ളിക്ക് 82 വയസ്സായി. ഈ പ്രാവശ്യം തോറ്റു കഴിയുമ്പോൾ അടുത്ത തവണ മത്സരിക്കണമെങ്കിൽ 87-ാം വയസ്സിൽ അദ്ദേഹം വീണ്ടും വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പുതിയ ആളുകളുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് പാണയനായനുണ്ട്, കണ്ണൂരാണെങ്കിൽ ബാബു ഗോവിന്ദാനുണ്ട്, അങ്ങനെ പലരും പാർട്ടിക്കകത്തുണ്ട്. അവരെ ഒന്നും അദ്ദേഹം നിർത്തിക്കൊണ്ട് വരുന്ന ഒരു രീതിയില്ല. അത് മാറണം. അതുകൊണ്ട് തന്നെ പുതിയ നേതൃത്വം കോൺഗ്രസ് വരണം, കോൺഗ്രസ് രക്ഷപ്പെടണം. ഞാൻ SLS കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കാൻ തുടങ്ങിയതാണ് കോൺഗ്രസ്. ഇപ്പൊ 60 വയസ്സായി. ഈ കാലത്തിനിടയ്ക്ക് എനിക്ക് ഉമ്മൻചാണ്ടി എന്റെ ഒരു അകന്ന ബന്ധു കൂടി, അദ്ദേഹവും മരിച്ചു. ഇനിയിപ്പോ ഞാനിപ്പം കോൺഗ്രസിലോട്ട് പോയിട്ട് എന്താ കാര്യം? പിന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനം എടുക്കുമെന്നുള്ള രാഷ്ട്രീയക്കാരന്റെ ഒരു കോൺഗ്രസിന്റെ ഈ പറഞ്ഞ ഈ രജിസ്ട്രേഷൻ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം പെട്ടെന്നൊരു ക്യാമ്പയിൻ നടത്തി, മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തി. ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനകത്ത് പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് മിനിമം പകുതി ജില്ലകളെങ്കിലും കമ്മിറ്റികൾ ഉണ്ടാകണം. കടന്നപ്പള്ളി ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത കമ്മിറ്റിക്കകത്ത് പറഞ്ഞതിനകത്ത് 5 ജില്ലകളിൽ മാത്രമേ കമ്മിറ്റി കൊടുത്തിട്ടുള്ളൂ. അതിനെതിരായി ഞങ്ങളുടെ ഈ പട്ടം ശ്രീകുമാർ, അത് പട്ടം നാണവളിയുടെ ചെറുമകൻ കോടതിയിൽ കേസ് പരിഹരിച്ചിട്ടുണ്ട്. ആ കേസ് കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കടന്നപ്പള്ളി പാർട്ടിക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പം ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇപ്പൊ തന്നെ കടന്നപ്പള്ളി കൊടുത്തേക്കുന്നത് കോൺഗ്രസ് സെക്യുലർ എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ അഫിഡാവിറ്റ് കൊടുത്തേക്കുന്നത്, അതായത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തേക്കുന്നത്. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് കിട്ടിയതിനകത്ത് ഇരിക്കൊണ്ട് കടന്നപ്പള്ളി കണക്ക് കാണിച്ചില്ല, കഴിഞ്ഞ 12 വർഷത്തെ കണക്ക് കാണിച്ചില്ല. അതുകൊണ്ട്
കടന്നപ്പള്ളിക്ക് ഇതിന്റെ നഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ലെറ്റർ എന്റെ ഇരിക്കുന്നു. എനിക്ക് ഞാൻ ചോദിച്ചതിന് ഉത്തരവായിട്ട് ലെറ്റർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് കാര്യം അസുഖങ്ങളൊന്നുമില്ല. ഗുളിക ഇങ്ങനെ ഒരു കൈ ഗുളിക കഴിക്കുന്നുണ്ട്. അതൊന്നും ഒരു വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. പുള്ളി തല ഇറങ്ങി വീണത് പുള്ളി രാവിലെ ഗുളിക കഴിച്ചില്ല, പ്രഷറിന്റെ. അപ്പൊ വെയിൽ കൊണ്ട് ഇപ്പൊ ആവേശം മൂത്ത് പെട്ടെന്ന് പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പോയ ഗുളിക കഴിക്കാൻ കയറി നിന്നു. വെയിൽ കൊണ്ടപ്പം തല ഇറങ്ങി വന്നതല്ല. അതിൽ ഗുരുതരമായ അസുഖങ്ങളൊന്നുമില്ല. പുള്ളി കഴിഞ്ഞ ദിവസം ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഓപ്പൺ ഹാർട്ട് സർജറി ഒന്നും. എനിക്ക് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത ആളാണ്. മനസ്സിലായി. കോട്ടയം ജില്ലയിൽ ആകെ ഉള്ളത് അറിയാവുന്ന ഒരു പോർസൺ പീറ്റർ ഉണ്ട്, ഒരു ഔസഫിച്ച് തേടിയിട്ടുണ്ട്, ഒരു ഷമീർ ഷാ അഞ്ചേരിക്കുണ്ട്. നാലാമത് ഒരാളുടെ പേര് പറയാം, ആരുമില്ല. ഇടുക്കി ജില്ല, ഇടുക്കി ജില്ലയിൽ വിനോദുണ്ട്, വേറെ ആരും കൂട്ടത്തിലില്ല. എറണാകുളം ജില്ലയിൽ കുറച്ച് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് എറണാകുളം ജില്ല. ജില്ലാ പ്രസിഡന്റ് പൂർണ്ണമായും അന്ധനാണ്. അത് കുഴപ്പമൊന്നും അറിയല്ല. അയാൾക്ക് കണ്ണു കാണാത്ത ഒരാളാണ്. അയാൾ ജില്ലാ പ്രസിഡന്റ്. അയാളെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് സന്തോഷാലാണ് എറണാകുളം. തൃശ്ശൂർ ജില്ലയില് ആകെപ്പാട്ട് വത്സലുണ്ട്. വത്സലാണ് അവിടുത്തെ മഠം പ്രസിഡന്റ് മുതൽ ഒത്താം സെക്രട്ടറി വരെ അവരുടെ കൺവീനർ, ഈ കോർപ്പറേഷൻ ചെയർമാനും കീഴ് തന്നെയാണ്. പത്തനംതിട്ട ജില്ലയിൽ ആകെപ്പാടെ ഉള്ളത് മുണ്ടക്കൽ ശ്രീകുമാറും അയാളുടെ ഭാര്യയുമാണ്. വേറെ ഒരാളെ കടന്നപ്പള്ളി കാണിക്കാൻ ഞാൻ കൈ കൊടുക്കാം. കൊല്ലം ജില്ല ഉണ്ടായിരുന്ന ഷംസുദ്ദീനെ പുറത്താക്കി. അവിടെ പിന്നെ ഉണ്ടായിരുന്ന ഒരു വക്കീല, ഒരു രാജീവ് വക്കീൽ എന്നെ വിളിച്ചൊന്നും ഭയങ്കര ഇതായിരുന്നു, കീഴനായി കാണിക്കുന്ന ചോദിച്ചു. അവിടെ ആരുമില്ല. ഈ പാർട്ടിയിൽ, കടന്നപ്പള്ളിയുടെ പാർട്ടിയിൽ ഇപ്പൊ ആരും തന്നെ ഇല്ല. ഞാനത് പറഞ്ഞു, 500 പേരെ വെച്ചിട്ട് പരിപാടി നടത്തിയ കോൺഗ്രസ്സുകാരെ വേണ്ട, അത് കുറെ ആളെ ഇറക്കിയാൽ മതി. കുറെ ആളെ ഇറക്കിയത് 500 പേരെ വെച്ച് പരിപാടി നടത്തിയ ഇത്തരം പാർട്ടിക്കാണോ ഇടതുപക്ഷങ്ങൾക്ക് വേണ്ടി ഘടകക്ഷിയാവുന്നത്, ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുന്നത്? ഇത്രയും ഈ 3.5-4 കോടി ജനങ്ങളുടെ പ്രതിനിധീകരിക്കുന്ന മന്ത്രിയാക്കുന്നത് ഇത്തരം ആളുകളെയാണ്, ഈ ആളില്ലാത്ത പാർട്ടിക്കാരെയാണ്. കാര്യം മൊത്തം കൺട്രോള് കടന്നപ്പള്ളി, സന്തോഷ് ലാൽ, ദേവദാസ്, ഇവര് 3 പേരാണ് കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം മറ്റുള്ളവർക്ക് അതിനകത്ത് ഒരു സ്പേസ് ഇല്ലാതെ, ഒരു റോൾ ഇല്ലാതെ, ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ എല്ലാവരും വേണ്ടി. ഒരു സ്റ്റേറ്റ് പ്രസിഡന്റ് മാത്രം പോലല്ല പാർട്ടി എന്ന് പറയും. കോൺഗ്രസിന്റെ പ്രസിഡന്റ് കടന്നപ്പള്ളിയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്ന് തീരുമാനം എടുക്കണമല്ലോ ആദ്യം. ഞാൻ ഉദാഹരണം പറയാം. ഈ കടന്നപ്പള്ളി എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹത്തിന്റെ സഹോദരൻ ആത്മഹത്യ ചെയ്തു. ഇപ്പം പല നേതാക്കന്മാരും പറയാറുണ്ട്. ഞാൻ ഈ നമ്മുടെ BJP നേതാവായിട്ടുള്ള നമ്മുടെ ഗവർണർ ഉണ്ടല്ലോ, ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാർ 2009 ഞാൻ ആദ്യം പരിചയപ്പെടുമ്പോഴത്തേക്ക് അത് എന്നോട് ചോദിക്കുന്നത്, കടന്നപ്പള്ളി സഹോദരൻ മരിച്ച കാര്യം എന്നോട് എപ്പോഴും പറയാറുണ്ട്. ഏത് നേതാക്കന്മാരാണെങ്കിലും പരിചയപ്പെടുമ്പോൾ കടന്നപ്പള്ളി പാർട്ടി മുരുകൾ പുള്ളിയുടെ സഹോദരൻ മരിച്ചതല്ല, പാവം. ഗൗരിയമ്മ ഈ കടന്നപ്പള്ളിയോട് പറയാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. എടാ കടന്നപ്പള്ളി ഇങ്ങനെ വിളിക്കുന്നത്, എടാ കടന്നപ്പള്ളി, നിന്റെ കഴിവില്ലായ്മയല്ലേ നിന്റെ സഹോദരൻ ആത്മഹത്യ ചെയ്തത്, ഞാൻ അവന് ജോലി വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ MP ആന്നേരം കടന്നപ്പള്ളി MP ആയിരിക്കുമ്പോഴാണ് സഹോദരൻ മരിക്കുന്നത്. ഞാൻ അവന് ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്നും ഗൗരവം പറഞ്ഞ് ഞാൻ ജപിക്കാൻ കേട്ട കാര്യം. കടന്നപ്പള്ളിയുടെ കഴിവില്ലായ്മ ഒരു ഭാഗത്തുണ്ട്, ആദർശം എന്ന് പറയുന്നത് കപടത വേറെ ഭാഗത്തുണ്ട്. പണം ഉണ്ടാക്കിയില്ലേ, അല്ല പണം ഇന്നടത്ത് ഇരിപ്പുണ്ട്, ഇന്ന് ബാങ്കിലൊന്നും പറയാൻ ഞാൻ ആളല്ല. ഞങ്ങൾ അന്വേഷണത്തിലാണ്. അത് ഭാവിയിൽ നമുക്ക് ഒരു തെളിവ് കിട്ടും, ഒരു പ്രൂവ് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ഈ മീഡിയയും ഈ പാർട്ടിയും പണമുള്ള കോർപ്പറേറ്റുകളും ജുഡീഷ്യറിയും ഇപ്പോൾ ഒരു ഒത്തുകളിയുണ്ട്. പൊതുവെ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, ഒത്തുകളിയുള്ള ഒരു വിഭാഗം ആളുകളുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് ഇനിയും ഏതെങ്കിലും ഒരു പാർട്ടിയിലോ ഏതെങ്കിലും ഒരു മുന്നണിയിലോ ഭാഗമാകും. അതിന്റെ ഭാഗമാകാതെ സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആഗ്രഹമുള്ള കാര്യങ്ങൾ അത്തരം ഏതെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ അന്നേരം ആ കാര്യം ആലോചിക്കും.